BC 1997 ഇബ്രാഹിമിൻ്റെ ജനനം അലൈഹിസ്സലാം. അപ്പോൾ BC 1987 മറ്റോ ആണ് ഈ വിഗ്രഹങ്ങളെ വെട്ടുക എന്ന പണി ആര് ചെയ്യുന്നത്? സയ്യിദ് ഇബ്രാഹിം ബാലനാണ്, ഒരു 10 years old അങ്ങനെയൊക്കെ ഒരു ബാലനാണ്. ബാക്കിയുള്ള വിഗ്രഹങ്ങളെ വെട്ടിയിട്ട് എന്ത് ചെയ്തു? മർദ്യൂക്കിൻ്റെ കഴുത്തിൽ കോടാലിയും വെച്ച് പോന്നു. പിന്നെ പ്രധാന പുരോഹിതൻ വന്നപ്പോൾ തർക്കിച്ചു. മനസ്സിലാവണല്ലേ പറഞ്ഞത്? ചിന്തിക്ക്. അപ്പോൾ മർദൂക്ക് ആരാണ്? ഈ മർദൂക്ക് ഈ അടുത്ത കാലത്ത് മർദൂക്ക് ആരാണെന്ന കാര്യത്തിൽ ഒരു പഠനം ഞാൻ നടത്തി. അപ്പോൾ മനസ്സിലായി മർദൂക്ക് എന്നാൽ റോമക്കാരുടെ ജൂപ്പിറ്ററാണ്, ഗ്രീക്കുകാരുടെ സ്യൂസാണ്. അയാൾ ഇബ്രാഹിം ഒരിക്കലും യൂറോപ്പിൽ പോയിട്ടില്ല അലൈഹിസ്സലാം. എന്നാൽ മർദൂക്ക് ഗ്രീസുകാരുടെ സ്യൂസ്, റോമക്കാരുടെ ജൂപ്പിറ്റർ ഇബ്രാഹിമിൻ്റെ കാലഘട്ടത്തിൽ എവിടെയുണ്ട്? ഏഷ്യയിലുണ്ട്. ഇബ്രാഹിം ഏഷ്യക്കാരന്. അതിനാണ് എന്ത് പറയാ, കൾച്ചറൽ കൊളോണിസം എന്ന് പറയും. യൂറോപ്യൻ എഡ്യൂക്കേഷനാണ് സത്യത്തിൽ ഉപചാര വാക്കുകൾ അധികരിപ്പിക്കുകയും ഹൃദയത്തെ മലീമസമാക്കുകയും ചെയ്തത്. യൂറോപ്യൻ വിദ്യാഭ്യാസം എന്നാൽ നഷ്ടമാണ്, വൻ ദുരന്തമാണ്. എന്തുകൊണ്ടാണെന്നാൽ യൂറോപ്പിന് ചൂഷണമേ അറിയൂ എന്നതാണ് കാരണം. അപ്പം ആ വൻകരയിലെ വിദ്യാഭ്യാസം നമ്മൾ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന തരത്തിലായിരിക്കാം നമ്മളാളുകളും അതൊക്കെ വല്ലാതെ. പക്ഷെ അതിന് നമ്മൾ ഒരു പരിധി വിട്ട പ്രാധാന്യം കൊടുത്തപ്പോൾ നമ്മൾ കത്തിവെച്ചത് നമ്മുടെ നെഞ്ചിന് തന്നെയാണ്. യൂറോപ്യൻ വിദ്യാഭ്യാസം മാനവരാശിയെ നശിപ്പിച്ചു, എല്ലാ നിലയും നശിപ്പിച്ചു. ഉപചാര വാക്കുകൾ അധികരിച്ചു. അതേസമയത്ത് ഹൃദയം 100% മലീമസമായ ഹൃദയമാണ്. അങ്ങനെയാണ് ചെയ്തത്. ലോക ചരിത്രത്തിൽ എന്നെങ്കിലും ഏഷ്യക്കാർ ഒരു യൂറോപ്യൻ അധിനിവേശം നടത്തിയ ചരിത്രം കാണുക സാധ്യമല്ല. ലോക ചരിത്രത്തിൽ ഇല്ല. അങ്ങനെ ലോക ചരിത്രത്തിൽ ഇല്ല. അതേസമയത്ത് ഖുർആൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഖുർആൻ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു. ഖുർആൻ പറഞ്ഞല്ലോ, ഖാലൂ യാ ദുൽ ഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദ. ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണം പിരിച്ച്, നികുതി പിരിച്ച് തരാം. നിങ്ങൾ അവരുടെയും ഞങ്ങളുടെയും ഇടയിൽ ഒരു കെട്ടുണ്ടാക്കി തരണം. അവരിങ്ങോട്ട് വന്ന് ആക്രമിക്കും. ഈ സംഭവം 4000 വർഷങ്ങൾക്ക് മുമ്പാണെന്നും അഭിപ്രായമുണ്ട്. അതല്ല 2600 വർഷങ്ങൾക്ക് 2500 വർഷങ്ങൾക്ക് മുമ്പ് ആണെന്നും അഭിപ്രായമുണ്ട്. ദുൽഖർനൈൻ ഇബ്രാഹിം നബിയുടെ കാലഘട്ടക്കാരനാണെന്ന അഭിപ്രായം ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ദുൽഖർനൈൻ BC 5ാം നൂറ്റാണ്ടുകാരനായ സൈറസ് ആയിരിക്കാം എന്ന അഭിപ്രായവും കണ്ടിട്ടുണ്ട്. സൈറസ് ആയിരിക്കാം എന്ന അഭിപ്രായവും ഉണ്ട്. അപ്പോൾ 2500 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ സൈറസിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ 2500 വർഷങ്ങൾക്ക് മുമ്പാണ്. അതല്ല ഇബ്രാഹിമിൻ്റെ കാലഘട്ടക്കാരനാണ് അലൈഹിസ്സലാം ദുൽഖർനൈൻ എന്നാൽ 4000 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെയാണ്. ചിന്തിക്ക്. യൂറോപ്പ് അവിടെ എല്ലാം കടന്നു കയറി എന്നുള്ളതാണ്. മർദ്യൂക്കിൻ്റെ കഴുത്തിലാണ് കോടാലി വെച്ച് കൊടുത്തത് ഇബ്രാഹിം അലൈഹിസ്സലാം. അതായത് മറ്റു ദൈവങ്ങളെ വെട്ടിയിട്ട് ഈ ബാലൻ എന്ത് ചെയ്തു? മർദ്യൂക്കിൻ്റെ കഴുത്തിൽ വെച്ചു. മർദ്യൂക്ക് ബിംബങ്ങളിൽ ഏറ്റവും വലിയ ബിംബമാണ് മർദ്യൂക്കിൻ്റെ ബിംബം. മർദ്യൂക്കിൻ്റെ കഴുത്തിലാണ് കോടാലി വെച്ചത്. ആര്? സയ്യിദുനാ ഇബ്രാഹിം. ഏതാണ് ഈ മർദ്യൂക്ക് റോമക്കാരുടെ ജൂപ്പിറ്ററാണ്, ഗ്രീക്കുകാരുടെ സ്യൂസാണ്. ഒറ്റാളാണ്. അപ്പോൾ യൂറോപ്യനായ ഇതെന്നാ സംഭവം? ലഭ്യമായ ചരിത്രം അനുസരിച്ച് ഇബ്രാഹിം ജനിക്കുന്നത് അലൈഹിസ്സലാം BC 1997. അപ്പോൾ ഇബ്രാഹിം ഒരു 10 years old എന്ന് പറയുമ്പോൾ BC 1987 അതിൻ്റെ ഒരു പരിസരമായിരിക്കും.
BC 1997 ഇബ്രാഹിമിന് ജനനം അലൈഹിസ്സലാം. അപ്പോൾ BC 1987 മറ്റോ ആണ് ഈ വിഗ്രഹങ്ങളെ വെട്ടുക എന്ന പണി ആര് ചെയ്യുന്നത്? സയ്യിദ് ഇബ്രാഹിം. ബാലനാണ്, ഒരു 10 years old, അങ്ങനെയൊക്കെ ഒരു ബാലനാണ്. ബാക്കിയുള്ള വിഗ്രഹങ്ങളെ വെട്ടിയിട്ട് എന്ത് ചെയ്തു? മർദ്യൂക്കിൻ്റെ കഴുത്തിൽ കോടാലിയും വെച്ച് പോന്നു. പിന്നെ പ്രധാന പുരോഹിതൻ വന്നപ്പോൾ തർക്കിച്ചു. മനസ്സിലാവണല്ലേ പറഞ്ഞത്? ചിന്തിക്ക്. അപ്പോൾ മർദൂക്ക് ആരാണ്? ഈ മർദൂക്ക് ഈ അടുത്ത കാലത്ത് മർദൂക്ക് ആരാണെന്ന കാര്യത്തിൽ ഒരു പഠനം ഞാൻ നടത്തി. അപ്പോൾ മനസ്സിലായി മർദൂക്ക് എന്നാൽ റോമക്കാരുടെ ജൂപ്പിറ്ററാണ്, ഗ്രീക്കുകാരുടെ സ്യൂസാണ്. അയാൾ. ഇബ്രാഹിം ഒരിക്കലും യൂറോപ്പിൽ പോയിട്ടില്ല അലൈഹിസ്സലാം. എന്നാൽ മർദൂക്ക് ഗ്രീസുകാരുടെ സ്യൂസ്, റോമക്കാരുടെ ജൂപ്പിറ്റർ ഇബ്രാഹിമിൻ്റെ കാലഘട്ടത്തിൽ എവിടെയുണ്ട്? ഏഷ്യയിലുണ്ട്. ഇബ്രാഹിം ഏഷ്യക്കാരൻ. അതിനാണ് എന്ത് പറയാം? കൾച്ചറൽ കൊളോണിസം എന്ന് പറയും, സാംസ്കാരിക അധിനിവേശം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? നിങ്ങൾ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ യൂറോപ്പ് ഒരു കാലത്തും അനുവദിച്ചതേയില്ല. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സാംസ്കാരിക അധിനിവേശം പൂർത്തിയായ ഒരു ഘട്ടത്തിൽ മാത്രമാണ് പള്ളികൾക്കുള്ള വാതിൽ യൂറോപ്പ് തുറക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ AD 19-ാം നൂറ്റാണ്ട് മുതൽ. പിന്നെ അവർക്കൊരു വിശാലമായ ഒരു സൗഹൃദ സ്വാതന്ത്ര്യം വരുത്തിത്തീർക്കേണ്ട അനിവാര്യത വന്നു. കാരണം അതവരുടെ എൻലൈറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ എൻലൈറ്റ്മെൻറ്റ് കാലഘട്ടത്തിലും നിങ്ങൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നുവോ എന്ന വളരെ ഒരു കോമണായ ചോദ്യത്തിന് മറുപടി കാണില്ല. അപ്പോൾ അവർ എന്ത് ചെയ്തു? യൂറോപ്പ് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾക്ക് ചെറിയ വാതിൽ തുറന്നു. അതിന് മുമ്പ് വാതിൽ തുറന്നില്ല. അതേസമയത്ത് ഏഷ്യക്കാർ സ്യൂസിന് വാതിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് തുറന്നു കൊടുത്തു. ഏഷ്യക്കാർക്കറിയാം ഈ സ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു അയാഥാർത്ഥ്യമാണ്. വളരെ ഗൗരവമായി നമ്മൾ ഇത് ചിന്തിക്കണം, വളരെ ഗൗരവമായി പഠിക്കണം, ചിന്തിക്കണം, പഠിച്ചാലേ മനസ്സിലാവും. നല്ലപോലെ പഠിക്കണം. സാംസ്കാരിക അധിനിവേശം എപ്പോൾ പൂർത്തിയായി? അപ്പോൾ എന്ത് ചെയ്തു? നോക്കൂ, നിങ്ങളെല്ലാം നാശമായി. അവരേത് കാലഘട്ടത്തിൽ അവരങ്ങനെയാണ് ചെയ്തത്? വേദങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ ഭാരതത്തിൽ വളർന്നത് ഇതിഹാസ സംസ്കാരമാണ്. ഭാരതത്തിലെ പ്രധാനപ്പെട്ട 2 ഇതിഹാസങ്ങളാണ്, ഒന്ന് മഹാഭാരതവും ഒന്ന് രാമായണവും. മഹാഭാരതത്തിലെ മുഖ്യ പ്രതിയോഗി എന്ന് പറയുന്നത് ദുര്യോധനൻ്റെ കൗരവ സമൂഹവുമാണ്. പാണ്ഡവ പക്ഷത്ത് കൃഷ്ണനാണ്. കൃഷ്ണൻ ഇന്ത്യയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. കുരുക്ഷേത്രം ഈ അടുത്ത കാലഘട്ടത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് ചില പഠനങ്ങൾ ഞാൻ നടത്തി. ഇപ്പോഴും പൂർത്തിയായില്ല, ഇപ്പോഴും ചില ഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ വിദേശ സൈന്യമുണ്ട്. ആരുടെ കൂടെയുള്ളത്? ദുര്യോധനൻ്റെ കൂടെ. അവരാരാ? അവർ ഗ്രീക്കുകാരാണ്. മനസ്സിലായില്ല? മഹാഭാരതത്തിലെ ദുഷ്ടകഥാപാത്രമാണ് ദുര്യോധനൻ്റെ കൂടെയുള്ളത് യൂറോപ്യന്മാരാണ്, ധാരാളമുണ്ട്. ഇവിടെ മുന്നിലുള്ളത് കൃഷ്ണനാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ രീതി അനുസരിച്ച് ഏറെ ആദരിക്കപ്പെടുന്ന ഒരാളാണ് കൃഷ്ണൻ. നിങ്ങൾ ചിന്തിക്കുക വ്യത്യാസം. AD-യിലല്ല ഈ സംഭവം. ഈ ഇതിഹാസം വരുന്നത് തന്നെ BC-യിലാണ്. അപ്പം നിങ്ങൾ അവിടെ ചിന്തിച്ചു നോക്ക്. അതായത് സാംസ്കാരിക ആധിപത്യം നേരത്തെ തന്നെ മറ്റു നാടുകളിലേക്ക് സാംസ്കാരിക ആധിപത്യവും സൈനിക കടന്നുകയറ്റവും സാംസ്കാരികമായ കടന്നുകയറ്റവും ഉണ്ടായിരുന്നു. പക്ഷെ അക്കാലത്തെല്ലാം പൗരസ്ത്യർക്ക് അതിനെ ചെറുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. പൗരസ്ത്യ രാജ്യങ്ങളിൽ അധിനിവേശം കുറഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞാൽ AD 7-ാം നൂറ്റാണ്ട് മുതൽ AD 14-ാം നൂറ്റാണ്ട് വരെയാണ്. അപ്പം എത്ര വർഷം? ഇങ്ങോട്ട് നോക്ക്. 7 നൂറ്റാണ്ട്. എന്തായിരിക്കും അതിന് കാരണം?
എന്താ കാരണം? AD 7-ാം നൂറ്റാണ്ട് മുതൽ AD 14-ാം നൂറ്റാണ്ട് അടക്കമുള്ള കാലഘട്ടത്തിൽ യൂറോപ്യൻ അധിനിവേശം കാര്യമായി ഏഷ്യൻ രാജ്യങ്ങളിൽ നടന്നിട്ടില്ല. എന്താ കാരണം? അതിനു മുമ്പ് മൊത്തമുണ്ട്, എല്ലാം ഉണ്ട്. പിലാത്തോസാണ് വിധി പ്രഖ്യാപിക്കുന്നത് യേശുവിനെ കുരിശിലേറ്റോ ഉയർത്തപ്പെട്ടോ എന്നത് നമുക്കറിയില്ല, ചെറിയ അഭിപ്രായമാണ്. പക്ഷെ പിലാത്തോസ് വിധി പറഞ്ഞു എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. കൊനവോ മനസ്സിലായില്ല. പിലാത്തോസ് വിധി പറയാം യേശുവിനെ കുരിശിലേറ്റാൻ, വിധി പറയാണ് പിലാത്തോസ്. എന്നാണ് ഈ വിധി വരുന്നത് AD 32-ലാണ്. പിലാത്തോസ് വിധി പറഞ്ഞു യേശുവിനെ കുരിശിലേറ്റോ ഇല്ലേ എന്നത് നമ്മളും ക്രൈസ്തവരും തമ്മിലുള്ള തർക്കമാണ്. പക്ഷെ അതുവരെ ചരിത്രം ഒരുപോലെയാണ്. യേശുവിനെ കുരിശിലേറ്റോ ഇല്ലേ എന്ന കാര്യത്തിൽ നമ്മൾ ഒരു വീട്ടുകാർ തമ്മിൽ ചെറിയ അഭിപ്രായമുണ്ട്. അപ്പോൾ ഒരു വീടാണ്. കാരണം നമ്മളും അവർക്ക് അഹ്ലി കിതാബാണ്, അവർ നമുക്കും അഹ്ലി കിതാബാണ്. അപ്പോൾ അതൊരു വീടാണ്. ഈ അഹ്ലി കിതാബിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ അതുവരെ യോജിച്ചു വരികയാണ്. എന്ത്? പിലാത്തോസ് കുരിശിൽ ഏറ്റാൻ പിലാത്തോസ് വിധി പറഞ്ഞു എന്ന കാര്യത്തിൽ ക്രിസ്ത്യാനിറ്റിക്കോ ഇസ്ലാമിനോ തർക്കമില്ല. ജൂതന്മാരും ആ ചരിത്രം അംഗീകരിക്കുന്നുണ്ട്. ആരാണ് പിലാത്തോസ്? തികഞ്ഞ യൂറോപ്യൻ അധിനിവേശം അധികരിച്ച കാലഘട്ടത്തിലാണ് യേശു വരുന്നത്. അപ്പൊ യേശു ആർക്കെതിരെ പൊരുത്തിയത്? യൂറോപ്പിനെതിരെ. ഞാൻ നിങ്ങളെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരിക, തമാശയല്ല. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇപ്പോഴല്ല, കുറച്ചും കൂടി കഴിയും. എവിടെയാണ് പ്രശ്നങ്ങൾ എന്ന് പഠിക്കായിരുന്നു ഞാൻ ഈ കുറഞ്ഞ കാലം. അത് ഞാൻ കണ്ടെത്തി, അതൊരു പുസ്തകത്തിലാക്കിയിട്ടുണ്ട്. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വാല്യങ്ങളുള്ള സീറ വരെയാണ്. 4 വരെയുള്ള സീറകൾക്കെല്ലാം സീറകളുടെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സീറ വരെയാണ്. ഒരു സാമ്പ്രദായിക സീറയല്ല. മനുഷ്യൻ ചിന്തിക്കണം. മനസ്സിനോട് പറഞ്ഞത് പിലാത്തോസ് എന്ന് പറഞ്ഞ ആരാ? യൂറോപ്യന്. അയാളാകട്ടെ ആരുമാണ്? ഗവർണറാണ്. യൂറോപ്യന്മാരുടെ ഗവർണറാണ്. എവിടേക്കുള്ള? പലസ്തീനിലേക്കുള്ള ഗവർണറാണ്. അപ്പോൾ ഭരിക്കുന്നത് ആരാന്ന്? യൂറോപ്യന്മാർ. എവിടെ ഭരിക്കുന്നത്? വിശുദ്ധ ഭൂമിയിൽ. വിശുദ്ധ ഭൂമി ഭരിക്കുന്ന യൂറോപ്യന്മാരാണ്. എന്ന്? AD 32. അതിനു മുമ്പുണ്ട്. BC അങ്ങനെ തന്നെയാണ്. BC 46 മറ്റോ ആണ് ജൂലിയസ് സീസറുടെ കടന്നുകയറ്റം. അന്നാരാ ഭരിക്കുന്നത്? ആരാ സീസർ? റോമക്കാരൻ. അതിനു മുമ്പ് BC 335 മുതൽ BC 323 വരെയാണ് അലക്സാണ്ടർ ആക്രമണം. BC 335 മുതൽ ബാൾക്കൺ പ്രദേശങ്ങൾ പിടിച്ചടക്കി നേരെ അയാൾ ഏഷ്യ മൈനറിലേക്ക് കയറി. ഏഷ്യ മൈനർ എന്നാൽ തുർക്കി. അങ്ങനെ തുർക്കി പിടിച്ചടക്കിയിട്ട് പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ അധിനിവേശം കയറി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അയാളാരാ? മാസിഡോണിയക്കാരൻ. മാസിഡോണിയ എന്നാൽ ഗ്രീസിൻ്റെ ഒരു ഭാഗം. അപ്പൊ ഗ്രീസിന്റെ ആധിപത്യം വന്നു എന്ന് BC 4-ാം നൂറ്റാണ്ടിൽ. എവിടെ? ഇനി നിങ്ങൾ ഇരുന്ന് പഠിച്ചോളി. ഈ ലോകത്തെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ഏഷ്യൻ ആധിപത്യം യൂറോപ്പിൽ ഉണ്ടായിട്ടില്ല. കൊളോണിയൽ ആധിപത്യം. ഏതെങ്കിലും ഒരു രാജാവ്, ഒരു ഏഷ്യൻ രാജാവ് അവിടെ ഒരു ഭരണം നടത്തിയിട്ടില്ല. കൊളോണിയലിസം എന്ന് പറഞ്ഞ ചൂഷണം. വളരെ വലിയ ചൂഷണം. അതായത് ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവനും ആ രാജ്യത്തേക്ക് അവർ കടത്തിക്കൊണ്ടുപോകും.
അതാണ് കൊളോണിയലിസം. ഇവരുടെ സംസ്കാരങ്ങളെ അവർ മാറ്റിമറിക്കും. അതിൽ നിന്ന് വലിയ വ്യത്യാസം വന്നു 20-ാം നൂറ്റാണ്ടോടുകൂടെ. അപ്പോൾ അവരുടെ സൈനിക സാന്നിധ്യത്തിലൂടെയായിരുന്നു സാംസ്കാരിക അധിനിവേശം ഉണ്ടായത് പണ്ട്. ഇപ്പോൾ പിന്നെ സൈനിക സാന്നിധ്യം എന്ന് പറയുന്ന ഒരു വടംവലി ഇല്ലാതെ തന്നെ സാംസ്കാരിക അധിനിവേശത്തിന് കഴിയുന്നൊരു രീതി 20-ാം നൂറ്റാണ്ടോടുകൂടെ വന്നു. മീഡിയാസ് അധികരിച്ചു, എഡ്യൂക്കേഷണൽ ആധിപത്യം വന്നു. എഡ്യൂക്കേഷണൽ ആധിപത്യം വന്നാൽ പിന്നെ സൈനിക ആധിപത്യത്തിൻ്റെ ആവശ്യം ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് തിരിച്ചറിയാൻ ഏഷ്യക്കാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഏഷ്യ ഇല്ലാതായി. ഏഷ്യ എന്ന നാടിപ്പോൾ ഇല്ല. ഇപ്പോൾ മക്കയും യൂറോപ്പാണ്, മദീനയും യൂറോപ്പാണ്. മക്കയുടെ ഭൂമിക്കടിയിൽ മക്കയായിരിക്കും. മദീനയിൽ ഭൂമി കുഴിച്ചാൽ മദീനയായിരിക്കും. മദീനയുടെ മുകളിൽ യൂറോപ്പാണ്. തിരിഞ്ഞില്ല. ഭൂമിൻ്റെ അടിയിൽ കുഴിച്ചാൽ മദീന തന്നെയാണ്. പക്ഷെ പിന്നെ മുകളിലേക്ക് യൂറോപ്പായി മാറി. അതാണ് വിഷയം. അപ്പം നിങ്ങൾ ചിന്തിക്കുക, എല്ലാം അങ്ങോട്ട് കയറി വന്നു. അവരെന്ന് പറഞ്ഞാലോ ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ, ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ, ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. അവർക്കൊന്നു പറഞ്ഞാലും മനസ്സിലാവില്ല. ഖുർആൻ പറഞ്ഞില്ലേ, ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. എന്തു പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ അവർക്ക് മനസ്സിലാവില്ലേ? എന്താ അവർക്ക് മനസ്സിലാവാത്ത? മനസ്സിലാവും. ധാർമ്മിക ഭാഷ മനസ്സിലാവില്ല എന്നതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാവില്ല എന്നല്ല. ഒന്നും മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവരവിടെ ജീവിക്കണില്ലേ? നിങ്ങളിൻ്റെ കൂടെ ഇല്ല. സുശക്തമായ ഡെമോക്രസി അവിടെയാണ് വന്നത്. കലകൾ, ലോകത്തെ കലകളെ മുഴുവനും അവരാണ് താലോലിച്ചത്. കലകൾ, കായിക വിനോദങ്ങൾ, മനസ്സിലായില്ലേ? നോവലുകൾ, സിനിമകൾ, നാടകങ്ങൾ, അതിൻ്റെയൊക്കെ നാടേതാ എന്നും യൂറോപ്പിൻ്റെ ഇറ്റില്ലം അതാണ്. പിന്നെ അവർക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അവർക്ക് എന്ത് മനസ്സിലാവില്ല? ധാർമ്മിക അധ്യാപനങ്ങൾ മനസ്സിലാവില്ല. അതാണ് മനുഷ്യൻ മനസ്സിലാവേണ്ടത്. അത് മനസ്സിലാവില്ല. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല. ഒന്നും ലാ യഫ്ഖഹൂന ഖൗല എന്ന് പറയാം ഖുർആനോടെ. ലാ യഫ്ഖഹൂന ഖൗല എന്താ അർത്ഥം? എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? ലായക്കാദൂന, ഞാൻ ലായക്കാദൂന കൗനൻ്റെ അർത്ഥം പറഞ്ഞിട്ടില്ല, ഞങ്ങളെ പറ്റിക്കുന്നു. ലായക്കാദൂന കൗന കൗലയും ലായഫ് കൗന കൗലയും രണ്ടാണ്. ഞാൻ ലായഫ് കൗന കൗലൻ്റെ വാക്കിൻ്റെ അർത്ഥം ഇതുവരെ പറഞ്ഞത്. ലായക്കാദൂന കൗന കൗലൻ്റെ അർത്ഥം ഇതല്ല. ലായഫ് കൗന കൗല എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല എന്നാണ്. ലായക്കാദൂന യഫ്ഖഹൂന ഖൗല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലാകാൻ അവർ അടുത്ത് പോലും വരുന്നില്ല. കാത അടുത്തു, യക്കാദു അടുക്കും, ലാ യഫ്ഖഹൂന അവർ അടുത്തു പോലുമില്ല, യഫ്ഖഹൂന മനസ്സിലാക്കാൻ അടുത്തു പോലുമില്ല. എന്തേ ഖുർആന് ലാ യഫ്ഖഹൂന ഖൗല എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്. കൊക്കേഷ്യൻസ് ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ കൊക്കേഷ്യൻസ് ഇങ്ങോട്ട് കയറി വന്ന് ഇവിടെ ഏഷ്യ മൈനറിൽ കയറിയാൽ, കുറഞ്ഞ യാത്ര ചെയ്താൽ അവർക്ക് ഭൂമിയിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണിലെത്താം. ഭൂമിയിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണ് ജെറൂസലേമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗലഹു. ലോകത്തെ ഏറ്റവും മുന്തിരി അവിടെയാണ്. ലോകത്തെ ഏറ്റവും മനോഹരമായ സ്വാദിഷ്ടമായ ഫ്രൂട്ട്സ് അവിടെയാണ്. ലോകത്തെല്ലാം അവിടെയാണ്. വല്ലാത്തൊരു സ്വർഗം പോലത്തെ നാടാണ്. ജൂതവിശ്വാസപ്രകാരം സ്വർഗം തന്നെ അതാണ്. ദി പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദത്ത ഭൂമി. നമ്മുടെ വിശ്വാസപ്രകാരം അത് സ്വർഗത്തിലേക്ക് അടുത്ത പ്രദേശമാണ്. സ്വർഗല്ല, ചെറിയ വ്യത്യാസമുള്ളൂ. എന്താ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അതാണ് സ്വർഗം എന്നാണ് ജൂതവിശ്വാസം. അത് സ്വർഗത്തിലേക്ക് അടുത്ത സ്ഥലമാണെന്നാണ് നമ്മുടെ വിശ്വാസം. മഹ്ശർ അവിടെ ആയിരിക്കും. എവിടെ? ഫലസ്തീനിലാണ് മഹ്ശർ. സിറാത്ത് പാലം അവിടെയാണ് ഉണ്ടാവുക. യാസർ അറഫാത്ത് മരണം വരെ പ്രസംഗിച്ചിരുന്നത് നഹ്നു മിൻ അർളിൽ മഹ്ശരി വൽ മൻശർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. യുഎൻഎയിലും അയാൾ അങ്ങനെ പ്രസംഗിച്ചത്. ഞങ്ങൾ മഹ്ശറിൻ്റെ ഭൂമിയിൽ നിന്ന് വരുന്നവരാണ്. ഏതാ മഹ്ശറിൻ്റെ ഭൂമി? ഫലസ്തീൻ.
എല്ലാം അവിടെയാണ്. അതാണ് പാരഡൈസ്. ആർക്ക്? ജൂതവിശ്വാസ പ്രകാരം വാഗ്ദത്തം. മനസ്സിലായി? പ്രോമിസ് ലാൻഡ് എന്ന് എല്ലാവരും പറയും. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എന്താ പറയുക, ജൂതന്മാർക്കും എല്ലാം പൊതുവെ അതിനെക്കുറിച്ച് എന്ത് പറയും? അത് പ്രോമിസ് ലാൻഡാണ്, വാഗ്ദത്ത ഭൂമി. ആ ഭൂമിയിലേക്ക് ഇവർക്ക് ഏഷ്യ മൈനറിൽ കയറിയ കൊക്കേഷൻസിന് എടുത്തിട്ട് ഇങ്ങോട്ട് കയറാം. അവർക്കൊന്നു പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തുകൊണ്ട്? ഒന്ന് മനസ്സിലാവാതിരിക്കുക എന്നത് എന്താണ്? ഒന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. അതെന്ത് ഗുണാണ്? അതൊരു ആനിമൽ ക്വാളിറ്റിയാണ്. അപ്പോൾ ആനിമലിൻ്റെ ജീന് അവരുടെ ഉള്ളിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഈ അടുത്ത കാലത്ത് അതിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഏഷ്യക്കാരെക്കാൾ ആനിമൽ ജീൻസ് കൂടുതലാണ് ആയിട്ട് യൂറോപ്യൻസിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഇനിയും പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. യൂറോപ്യൻസ് ആനിമലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പോത്തിനോട് വേദം മുതിയിട്ട് കാര്യമില്ല. പോത്തിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ആരോട് പറഞ്ഞിട്ടില്ല. പോത്തിനോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, വേദം പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കുപോത്തെ കിടക്കുപോത്തെ അത് പറ്റും, എന്തിട്ടില്ല. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇതാരോട് ഇല്ല, ചോദ്യത്തിനോട് يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. ഇത് പോത്തിനോട് പറഞ്ഞിട്ടില്ല, അത് കാര്യമില്ല. ആകാശത്തെ പറവകളെ നോക്കൂ, അവ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. ഇത് ബൈബിൾ വാക്ക, ഇത് പോത്തിനോട് പറഞ്ഞില്ല. നടക്കുപോത്തെ, ഇരിക്കുമ്പോഴത്തെ, കിടക്കുപോത്തെ, അങ്ങനൊക്കെ പോത്തിനോട് പറയാം. പോത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ല. അത് ആനിമലാണ്, ആനിമലിൻ്റെ ജീനാണ് ഇവരുടേത്. ലോകാവസാനം എന്നാൽ അവരുടെ ക്വാളിറ്റിയാണ് ക്വാളിറ്റി എന്ന് പൗരസ്ത്യർ മനസ്സിലാക്കുന്നത്. അതാണ് ലോകം, ഇതാണ് ഖിയാമത്ത് നാൾ. അവിടെ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞതിന് ഒരു സ്പിരിച്വൽ മാൻ എന്നല്ല ഞാൻ പറഞ്ഞു. അതായത് ലോകം മുഴുവൻ പടിഞ്ഞാറ് വിഴുങ്ങും. പടിഞ്ഞാറിനെ ആരും വിഴുങ്ങിയിട്ടില്ല. പടിഞ്ഞാറിൻ്റെ ഉദാഹരണം പറയാം. ചൈന മുതൽ യൂറോപ്പിൻ്റെ അവസാനം വരെ നീണ്ടു കിടക്കുന്നതാണ് സിൽക്ക് റോഡ് ഓർ സിൽക്ക് റൂട്ട്. സിൽക്ക് റൂട്ട് BC-യിലുണ്ട്. AD 6-ാം നൂറ്റാണ്ടൊക്കെ പഴയത്തിന് പൂർണ്ണമായി വളരെ വലിയ പോക്കുവരവ് സിൽക്ക് റോഡിലുണ്ട്. അതായത് ചൈനയുടെ അറ്റം മുതൽ യൂറോപ്പിൻ്റെ അറ്റം വരെയുള്ള ഒരു റൂട്ട്, അതാണ് സിൽക്ക് റൂട്ട്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അതായത് ചൈനയുടെ കിഴക്കേ അറ്റം മുതൽ യൂറോപ്പിൻ്റെ പടിഞ്ഞാറ് അറ്റം വരെ നീണ്ടു കിടക്കുന്ന ഒരു റോഡ് ഉണ്ടായിരുന്നു പണ്ട്, നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്. അതാണ് സിൽക്ക് റോഡ്. അവിടെ നിന്ന് പട്ടുവസ്ത്രങ്ങൾ അങ്ങോട്ടും കൊണ്ടുപോയി പട്ട് വിറ്റു, സുഗന്ധവ്യഞ്ജനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതുകൊണ്ട് ഈ റൂട്ടിന് വന്ന പേരാണ് എന്ത്? സിൽക്ക് റോഡ്. അതാണ് പഴയ കാലത്തെ, മനസ്സിലായില്ലേ, ട്രേഡ് റൂട്ടും അതാണ്. ചൈനയുടെ കിഴക്കേ അറ്റം മുതൽ അത് ആരംഭിക്കും, യൂറോപ്പിൻ്റെ പടിഞ്ഞാറേ അറ്റം വരെയുമുള്ള ഒരു റൂട്ടാണ് എന്ത്? സിൽക്ക് റൂട്ട്. അപ്പം യൂറോപ്പുമായി എന്നും ഒരു ബന്ധം ഉണ്ട്, മനസ്സിലായില്ല? കച്ചവട ബന്ധത്തിലൂടെ എല്ലാ ബന്ധം ഉണ്ടാവില്ല, പക്ഷെ അവരായി നിർത്തും. നമ്മളെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? നമ്മൾ നിറഞ്ഞ വേദാന്ത മണ്ണാണ് ഏഷ്യൻ മണ്ണ്, ആഫ്രിക്കൻ മണ്ണ്. അത് നമുക്ക് ആവശ്യമില്ല. നമ്മളെന്തിനാണ് അവരെ സ്വീകരിക്കുന്നത്? അവർ നമ്മളല്ലേ സ്വീകരിക്കേണ്ടത്? ഞാൻ പറയട്ടെ, വ്യാസൻ ഹൈന്ദവ വേദ സംയോജകരിൽ ഏറ്റവും എണ്ണപ്പെടുന്ന ആളാണല്ലോ വ്യാസൻ. വ്യാസൻ ആരാ? ഏഷ്യക്കാരൻ. മനസ്സിലാവണല്ലേ പറഞ്ഞത്? എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന വലിയ ആളാണല്ലോ എബ്രഹാം. നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്ന എബ്രഹാം, ഞാൻ അവരുടെ ഭാഷ വായിക്കണം. എബ്രഹാം ആരാ? ഏഷ്യക്കാരൻ. ഞാൻ ലോകം കണ്ട ജീനിയസുകൾ എണ്ണ.
ലോകം കണ്ട വലിയൊരു ജീനിയസാണ് നോഹ അലൈഹി സ്വലാത്തു വസ്സലാം. ആരാ? ഏഷ്യക്കാരനാണ്. ഇതിലൊന്നും തർക്കമില്ലല്ലോ. ആദം എന്ന ആളെപ്പറ്റി തർക്കമുണ്ട്. ആദം എന്നൊരാളില്ല, ഉണ്ട് ഇല്ല, നിരീശ്വരവാദികളും. ഇത് കോമൺ എഡ്യൂക്കേഷനിൽ ചരിത്രം പഠിക്കുന്നവരും നിരീശ്വരവാദിയും നോഹയെ പഠിപ്പിക്കുന്നുണ്ട്. ആദമിനെ പഠിപ്പിക്കുന്നില്ല, നോഹയെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നോഹ മുതൽ വായിക്കുന്നത് ഞാൻ. നോഹ ഏഷ്യക്കാരനാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇസ്മായിലൈറ്റ്സിന്റെ പിതാവാണല്ലോ ഇസ്മായിൽ, ഏഷ്യക്കാരനാണ്. ഇസ്രായേലിറ്റ്സിന്റെ പിതാവാണല്ലോ യാക്കൂബ്, ഏഷ്യക്കാരനാണ്. 12 12 12 ഒരു 12ന്റെ കണക്കുണ്ട്. അതിവിടെ വരരുചി പറഞ്ഞിടത്തും പറയപ്പെട്ട പന്തിരുകുലത്തെ പറ്റി പറയുന്നുണ്ട്. ഒരു 12ന്റെ കണക്ക് എല്ലാ മതങ്ങളിലും കാണുന്നുണ്ട്. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നില്ലേ? പറയപ്പെട്ട പന്തിരുകുലാണ്. പെറുക എന്ന വാക്കല്ല ഇവിടെ ചരിത്രം ഉപയോഗിക്കുന്നത്. ചരിത്രം ഉപയോഗിക്കുന്നത് 12 ഉണ്ട്. അതായത് ഇസ്രായേലിറ്റ്സും 12 ഇസ്മായിലൈറ്റ്സും 12 12 12 24. ഈ 12 ആരാണ്? ഏഷ്യക്കാരാണ്. ഇസ്മായിലൈറ്റ്സിന് 12 ഏഷ്യക്കാരാണ്. പിൽക്കാലഘട്ടത്തിൽ ഇസ്രായേലിറ്റ്സിൽ മോശ വന്നു. മൂസ അലൈഹിസ്സലാം ആരാണ്? ഏഷ്യക്കാരനാണ്. നിങ്ങളിതെന്ത് ചിന്തിക്കാത്തത്? പിൽക്കാലഘട്ടത്തിൽ കിങ് ഡേവിഡ് വന്നു. സീദന ദാവൂദ് ആരാ? ഏഷ്യക്കാരനാണ്. പിന്നീട് കിങ് സോളമൻ വന്നു. സീദന സുലൈമാൻ അലൈഹിസ്സലാം ഏഷ്യക്കാരനാണ്. പിന്നെ ജോഷെ വന്നു. ജോഷെ ആരാ? ജോഷേനെ അറിയില്ലേ? ജോഷെ എന്നിടയിൽ വന്നതാണ്. സീദന യൂഷാനെ പറയുന്ന വാക്കാണ് എന്ത്? ജോഷ. വലിയ വില്ലാളി പേരനായ ജോഷയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ജോഷു എന്ന് പറയും, നമ്മൾ ജോഷു എന്ന് പറയും. ബൈബിൾ ജോഷു എന്ന് പറയുന്നുണ്ട്, നമ്മൾ യൂഷ എന്ന് പറയും. ഏഷ്യക്കാരനാണ്, വലിയ വില്ലാളി പേരനാണ്. ഞാൻ നേരത്തെ സൈറസിനെ പറ്റി പറഞ്ഞു. സൈറസ് ഏഷ്യക്കാരനാണ്, ഏഷ്യക്കാരാണ്. പിന്നെ സക്കരിയ വന്നു, യഹ്യ വന്നു, മറിയം വന്നു, ഇവരൊക്കെ ഏഷ്യക്കാരാണ്. പിന്നെ ജീസസ് ഓഫ് നസറേത്ത്, ജീസസ് ക്രൈസ്റ്റ് വന്നു. സയ്യിദ് ഈസ ഏഷ്യക്കാരനാണ്. ഇവരൊക്കെ ലോകം കണ്ട വേദാന്തികളാണ്. അതായത് ധർമ്മവേദങ്ങളുടെ ഇതിനപ്പുറം ഇനി പറയാനില്ല. അത്രയും വലിയ വേദജ്ഞാനികളെ പേരാ ഞാൻ പറഞ്ഞത്. ഈ വേദജ്ഞാനികൾ അതിൽ പൂർത്തീകരണം വരിക മുഹമ്മദ് മുസ്തഫയിലൂടെ. ഇവരൊക്കാരാ പറയും, ഇവരൊക്കാരാ ഏഷ്യക്കാരാ. എങ്കിൽ പിന്നെ നമ്മളെന്തിനാ യൂറോപ്പ് എന്ന് പകർത്തേണ്ട ആവശ്യം? ഇന്നത്തെ ഏഷ്യൻ മനസ്സ് ഞങ്ങൾ പറയാം. ഇന്ന് ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏഷ്യക്കാർ പുച്ഛിച്ചു തള്ളു. ഈ പഴയ പുരാണം പറയാൻ നിർത്തി വേറെല്ലാം ഉണ്ടെങ്കിൽ പറ. നിങ്ങളത് ചിന്തിക്കണം. അരിസ്റ്റോട്ടിലും പറഞ്ഞാൽ സ്വീകരിച്ചേക്കാം. എന്തുകൊണ്ട്? അയാൾ യൂറോപ്പിന്. ടോളമിയെ പറഞ്ഞാൽ സ്വീകരിച്ചേക്കാം. ടോളമി യൂറോപ്പിന്. സത്യല്ലേ പറഞ്ഞത്? അലക്സാണ്ടർ മാൻ എന്നല്ലാത്ത ഒരു ഏഷ്യൻ പുസ്തകത്തിലും മാനായ അലക്സാണ്ടർ എന്നല്ലാതെ ഇല്ല. ഞാൻ 58-ാമത്തെ വയസ്സിൽ ഇതുവരെ പഠിച്ചിട്ട് എങ്ങനെയാണ് അലക്സാണ്ടർ മാനായത് എന്ന് മനസ്സിലായിട്ടില്ല. ഇതുവരെ അലക്സാണ്ടർ മാനായത് എങ്ങനെ എന്നൊരാളിനെ എന്നെ പഠിപ്പിച്ചാൽ അയാൾക്ക് 100 കോടി ഇനാം ഞാൻ കൊടുക്കാം. ഇന്ത്യൻ റിസർവ് ബാങ്കിൽ അച്ചടിച്ച 100 കോടി ഇനാം ഞാൻ കൊടുക്കാം. ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ 100 കോടി നോട്ടുകൾ ഞാൻ കൊടുക്കും. 100 കോടി രൂപ. ഒരാൾ അലക്സാണ്ടർ എങ്ങനെയാണ് മഹാനായത് എന്നെ പഠിപ്പിച്ചാൽ മതി. അത്ര പൈസ നിങ്ങളെ കയ്യിലുണ്ട്. നിങ്ങളല്ലേ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത്, കടം ചോദിച്ചത് എന്ന് പറയുന്നവരും ഈ കൂട്ടത്തിലുണ്ടാവും. ഞാൻ കൊല്ലങ്ങളായി പൈസ കൊടുക്കാനുള്ള എൻ്റെ കടം തന്നിട്ട് കുടുങ്ങിപ്പോയവരും ഈ സദസ്സിലുണ്ട്. ഇവരൊക്കെ ഇരുത്തിയിട്ടാണ് ഞാൻ എന്ത് പറയുന്നത്. 100 കോടി കൊടുക്കാം. എന്തേ? കൊടുക്കേണ്ടി വരില്ല. അതേ സമയത്ത് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ മുഹമ്മദ് നബി പറയുന്നില്ല, ജീസസ് ക്രൈസ്റ്റ് ലോകം കണ്ട് മഹാനായിരുന്നു എന്ന് നിങ്ങൾ 10 ആളുള്ള ഒരു സദസ്സിൽ പാരീസിൽ പറഞ്ഞാൽ 8 ആളും നിങ്ങളെ പൂജിച്ചിട്ടുള്ളൂ.
ചിലപ്പോൾ 10 പുച്ഛിച്ചുള്ളൂ. യൂറോപ്പിൽ യേശു എന്നൊരാൾ ജീവിച്ചിട്ടില്ല എന്ന പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് 21-ാം നൂറ്റാണ്ടിൽ. എന്തേ പറഞ്ഞു പോയത്? അതൊരു കഥ മാത്രമാണ്. യേശു എന്നൊരാൾ ജീവിച്ചിട്ടേ ഇല്ല. അതേസമയത്ത് യൂറോപ്യനായ അലക്സാണ്ടർ ഇപ്പോഴും നമ്മൾ പറയാണ് എന്ത് മാനായ അലക്സാണ്ടർ ദി ഗ്രേറ്റ്. അതെങ്ങനെയെന്ന് നമുക്കൊട്ട് അറിയില്ല. എങ്ങനെയാണ് അലക്സാണ്ടർ മാനായത് അറിയില്ല. ലോകത്തെവിടെയെങ്കിലുമുള്ള ഒരു ചരിത്രത്തിൽ ഇന്നാലിന്ന മൊറാലിറ്റിയുടെ ഇന്നാലിന്ന ഭാഗം അലക്സാണ്ടർ പഠിപ്പിച്ചതാണ് എന്ന് ഒരാൾ വായിച്ചെന്നെ കേൾപ്പിച്ചാൽ എൻ്റെ വലത്തെ ചെവിയുടെ ഈ ഭാഗം മുറിച്ചിട്ട് അയാൾ കൈ കൊടുക്കും. എൻ്റെ വലത്തെ ചെവി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. എന്തെങ്കിലും ഒരു മൊറാലിറ്റിയുടെ ഒരു അരവരി, മൊറാലിറ്റിയുടെ ഒരു അരവരി അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആണ് ലോകത്തെ പഠിപ്പിച്ചത് എന്നൊരാൾ എന്നെ പഠിപ്പിച്ചാൽ ഞാൻ അയാൾക്ക് ഗുരുദക്ഷിണയായി ഏകലവ്യൻ കൊടുത്തല്ലോ. ദ്രോണാചാര്യർക്ക് ഗുരുദക്ഷിണ തൻ്റെ വലത്തെ കൈയിൻ്റെ തള്ളവിരലാ കൊടുത്തു. ദ്രോണൻ പറഞ്ഞു, എന്നാൽ ആ വലത്തെ കൈയിൻ്റെ തള്ളവരിൽ ഇങ്ങോട്ട് തന്നോളൂ. അപ്പോൾ ഏകലവ്യൻ എന്ത് ചെയ്തു? വലത്തെ കൈയിൻ്റെ തള്ളവരൽ മുറിച്ച് ഗുരുവായ ദ്രോണന് കൊടുത്തു. ഞാൻ എൻ്റെ വലത്തെ ചെവി എന്നെ കൊടുക്കുക. എന്നിട്ടും ഞാൻ കണ്ടിട്ടില്ല. 19 വയസ്സായി, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എന്നിട്ടും കാരണം ഏഷ്യക്കാർ വിഡ്ഢികളായി. എന്നോ അവർ യൂറോപ്യൻ സിവിലൈസേഷനെയും കൾച്ചറേയും അഡോപ്റ്റ് ചെയ്യോ അന്ന് മുതൽ ഏഷ്യക്കാർ വിഡ്ഢികളായി. അപ്പോൾ മുഹമ്മദീയത്തിന് അവിടെ സ്ഥാനമില്ല. നിസ്കരിക്കാനേ ഉള്ളൂ. നിസ്കരിക്കുക. എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്നാ നിസ്കരിക്കുക. എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്നെന്താണ് പറയാം? ഇസ്ലാം എന്നതെന്താ? ഇന്നത്തെ കാലത്ത് ഇസ്ലാം എന്നൊരു വ്യാഖ്യാനം പറയും. എന്താ ഇസ്ലാം? നേരമ്പോൾ തന്നെ നമ്മൾ യൂറോപ്പിനെ വാരിത്തുന്നതിൻ്റെ ഇടയിൽ ലൂറിന് ബാങ്ക് കൊടുത്താൽ നമ്മൾ പോയിട്ട് ഒരു കവാത്ത് നടത്തും. പിന്നെ നമ്മൾ യൂറോപ്പിനെ വാരിത്തുന്നുകൊണ്ടേയിരിക്കും. അതിനിടയിൽ അസറിന് ബാങ്ക് കൊടുത്താൽ നമ്മൾ പിന്നെ ഒരു കവാത്ത് നടത്തും. പിന്നെ ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയി കുളിക്കുമ്പോഴത്തേന് മഗ്‌രിബിന് ബാങ്ക് കൊടുക്കും. അപ്പോഴൊരു കവാത്ത് നടത്തും. അതിൻ്റെ ഇടയിലും യൂറോപ്പിൻ്റെ പണിയെ ചെയ്യാം. പിന്നെ ഇശാ മഗ്‌രിബിന് ഇടയിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ യൂറോപ്പിനെ നമ്മൾ നീക്കും യൂറോപ്പിനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അതിനിടയിൽ ഏഷ്യാനെ ബാങ്ക് കൊടുത്താൽ ഏഷ്യാക്കും 4 കവാത്ത് നടത്തും. പിന്നെ സുബഹിക്ക് കവാത്ത് മറക്കാൻ പാടില്ല. നേരത്തെ തന്നെ നീക്കും. യൂറോപ്പിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചുകൊണ്ട് തലക്കം വാർത്ത് ഇത് കയ്യിൽ നിന്ന് വീണ് പോയി എന്നിട്ട് നമ്മൾ സുബഹിക്ക് പിന്നെ കവാത്തിന് നീക്കും. നമ്മൾ 24 മണിക്കൂറിൽ 23.5 മണിക്കൂറും യൂറോപ്പാണ് നമ്മുടെ ഹൃദയത്തിൽ. അരമണിക്കൂർ നമ്മൾ കവാത്തുകൾ നടത്തുമ്പോൾ നമ്മുടെ പേരാണ് എന്ത്? മുസ്ലിം. റമദാനിൽ നമ്മൾ ഷുഗർ പോകാൻ വേണ്ടി ഒരു കവാത്ത് നടത്തും. അതിൻ്റെ പേരാണ് എന്ത്? നോമ്പ്. അപ്പോൾ നമ്മൾ മുസ്ലിം. അതന്നെ. ഹൃദയത്തിൽ നിന്ന് ഒരൽപ്പം പോലും ശുദ്ധീകരിക്കാതെ ഹൃദയം യൂറോപ്പിന് വിറ്റിട്ട് നമ്മൾ ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്ത് ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരും. അപ്പോൾ നമ്മുടെ പേരാണ് എന്ത്? ഹജിയായ മുസ്ലിം. ഹജിയൽ മുസ്ലിം, ഹജിയാരായ മുസ്ലിം. എന്നല്ല നമ്മുടെ മുഴുവനും ചിന്തകളിലും സംസ്കാരങ്ങളിലും സ്വഭാവങ്ങളിലും മുഴുവൻ യൂറോപ്പ് കയറിക്കൂടി. ഇത് ശരിയല്ല എന്ന് പറയാൻ നമ്മളെ പഠിപ്പിക്കുന്നവർക്ക് പോലും കഴിയില്ല. കാരണം അവരും അതിൻ്റെ അടിമയെ. അവർക്ക് എവിടെ പ്രശ്നം എന്നറിയില്ല. ഭൂരിപക്ഷം മതം പഠിച്ചവർക്കും മതം എന്തെന്നറിയുകയില്ല എന്നതാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ ദുരന്തം. ബഹുഭൂരിപക്ഷം. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മൾ കളിയാക്കിയ അവരെ ഇംഗ്ലീഷ് നരകത്തിന്റെ ഭാഷയാണെന്ന് പറഞ്ഞു. എന്തുണ്ടായിരുന്നു അവർക്ക്? എന്തുണ്ടായിരുന്നു? എന്തുകൊണ്ട്? അവരെ ഭാഷ, അവര് നരകത്തിന്റെ സ്വഭാവം. അവർക്ക് നരകത്ത് പോയാൽ അതല്ല തീരുമാനിക്കും. അവരുടെ സ്വഭാവം നരകത്തിൻ്റെതാണ്. അതുകൊണ്ട് അവർ ഭാഷ വേണ്ട. ഭാഷ പഠിച്ചാൽ ഭാഷയിലൂടെ സംസ്കാരം വളരും. അതാണ് വിഷയം. അറബ് സെയ്ദ് അമ്രനെ അടിച്ചറിയുമ്പോൾ അത് പഠിക്കണം. ഫീലും പാലിച്ച് പഠിക്കേണ്ടി വരുമല്ലോ. അപ്പം ഈ അറിയാതെ അറബി പഠിക്കേണ്ടി വരും. സംസ്കാരമാണ് ഭാഷ. കൃത്യം. അതുകൊണ്ട് ആ ജനങ്ങൾ എന്ത് പറഞ്ഞു?
നമ്മൾ ഇവിടെ നിന്ന് കളിയാക്കി ഇപ്പോഴും കളിയാക്കണവരുണ്ട്. നിങ്ങൾ സമസ്തക്കാർ നരകത്തിൻ്റെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞവരല്ലേ. അങ്ങനെ പിന്നെ നിങ്ങളിപ്പോൾ എന്തിനാ അത് നിങ്ങൾ ഇംഗ്ലീഷ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്? അതിനുള്ള മറുപടി എന്താണ്? അന്ന് ഞങ്ങൾക്ക് അന്തണ്ടായിരുന്നു, ഇപ്പം ഞങ്ങൾക്ക് അന്തല്ല. അതാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്കും കണ്ണിയത്തിനൊക്കെ അന്തണ്ടായിരുന്നു. അപ്പോൾ നരകത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പം കഷ്ടപ്പെടരാപ്പക്കലും നമ്മൾ മൂല്യന്മാർ കഷ്ടപ്പെടുന്നതിനും നരകത്തിൻ്റെ ഭാഷയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ലാഹു അക്ബർ. മനസ്സിലായി? ആ നരകത്തിൻ്റെ ഭാഷ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അവരെങ്ങനെ പറയുക നരകത്തിൻ്റെ ഭാഷയാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ നരകത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞോ ഞങ്ങൾ അടിപ്പോവും. അപ്പം ഞങ്ങൾ അടിപ്പോകാൻ പാടില്ല. അവിടെ ഒക്കെ മാറ്റി അന്തലിതല്ല അടിമപ്പെണ്ണ ഉടമയെ പ്രസവിച്ചു. എല്ലാ പ്രസ്ഥാനങ്ങളും യൂറോപ്പിന് അടിമകളായി. ദജ്ജാലിന്റെ ആവശ്യമില്ല. ദജ്ജാലിന് ലാസ്റ്റ് ഇങ്ങനെ വന്നു പോകും. അങ്ങനെയാണല്ലോ ദജ്ജാലിന്റെ ബർക്കത്തുമാണല്ലോ ഇവിടെയൊക്കെ വന്നു. അത്ര ഇപ്പൊ ദജ്ജാലിന്റെ ആവശ്യമില്ല. ദജ്ജാലിന്റെ ആവശ്യമില്ല. ലാനത്തുള്ളായാലേ എന്നാലും ദജ്ജാലിന്ന് വന്നു. കാരണം മൂപ്പര് പേരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് വന്നിട്ടില്ലെങ്കിൽ മൂപ്പർക്ക് അതിൽ മാനക്കടല്ലേ. മൂപ്പരൊന്ന് വന്നു. അങ്ങനെ അതുകൊണ്ടാണ് മൂപ്പര് അല്ല ദജ്ജാലിൻ്റെ സംസ്കാരം ഇവിടെ ഇല്ലെങ്കിൽ ദജ്ജാല് ഒരു 60-70 കൊല്ലം അല്ലല്ലോ ദജ്ജാൽ അള്ളാഹിനോട് പറയേണ്ടത്. പടച്ചോനെ എനിക്ക് ചുരുങ്ങിയത് ഈ നാടിനെ പിന്നെ ദജ്ജാലിവൽക്കരിക്കണമെങ്കിൽ എനിക്കൊരു 100 കൊല്ലെങ്കിലും തരണം എന്നല്ലേ ദജ്ജാലിൻ്റെ ആളുകളും അള്ളാഹിനോട് പറയുന്നത്. ദജ്ജാൽ എത്ര ദിവസം അവിടെ വെക്കണം? 40 ദിവസം. അപ്പം അത്ര ആവശ്യമുള്ളൂ. എന്തൊരു മനുഷ്യന്മാരാണ്. റഹ്മാനായ റബ്ബല്ലേ. റഹ്മാനായ റബ്ബിനോട് ചോദിച്ചാൽ കൊടുക്കുമല്ലോ. അള്ളിറങ്ങി ഇലായോമിയൂൻ ഖിയാമത്ത് നാൾ വരെ എനിക്ക് ആയുസ് തരണമെന്ന് ഇബ്ലീസ് പറഞ്ഞപ്പോൾ കൊടുത്തോനല്ലേ അള്ളാഹു. ദജ്ജാൽ പറയാണ് 40 ദിവസം പറ്റുള്ളൂ. ഞാൻ പോണില്ല. 40 ദിവസം ആയിട്ടാണെങ്കിൽ അതോ ഈ ഭൂമി മുഴുവൻ നാശാക്കണം. ആകെയുള്ളത് എത്രയാണ്? 40 ദിവസം. അതിനിവിടെ ഒരു മനസ്സിലായില്ല. പിന്നെ പരിപാടികൾ നടത്തുകയാണെങ്കിൽ ഓരോ നാട്ടിലേക്കും പരിപാടികൾ നടത്തുകയാണെങ്കിൽ ഒരു 80 പരിപാടി. ഇനി ഒരു ദിവസം 4 പരിപാടി ആയാൽ എത്ര? ഒരു ദിവസം 4 പരിപാടി എത്ര പരിപാടി നടക്കുക? 160 പരിപാടി നടക്കുക. മനസ്സിലായില്ലേ? ഇവിടെ എത്ര രാജ്യങ്ങളുണ്ട്. ഒക്കെ ഓരോ രാജ്യത്തും പരിപാടി നടത്തണ്ടേ. അപ്പൊ എങ്ങനെ പഠിച്ചോ? 40 ദിവസമാണോ? പോണില്ല. കണ്ട മാതിരി കൂട്ടിക്കോ. ഞാനില്ല. എന്ത് പറഞ്ഞൂടെ? ദജ്ജാലിന് ആവശ്യപ്പെട്ടൂടെ? 1 കൊല്ലെങ്കിലും വേണം. അത് നടക്കൂല. ഞാൻ പോണോ? ചെറിയത് 1 കൊല്ലം തരണം. പറയേണ്ടത് 100 കൊല്ലം തരണം. വേണ്ട, 1 കൊല്ലെങ്കിലും വേണം. ദജ്ജാൽ ആവശ്യപ്പെടണില്ലല്ലോ. ദജ്ജാൽ ആകെപ്പെടെ എത്ര ദിവസമേ ഉള്ളൂ? 40 ദിവസം. എന്തുകൊണ്ട്? ദജ്ജാൽ വരുന്നത് ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് എല്ലാ സ്ഥലത്തുനിന്നും ക്ലിയറാണ് സ്വീകരിക്കാനാണ്. കാരണം സംസ്കാരം ദജ്ജാലിന്റെ സംസ്കാരം ആയിക്കഴിഞ്ഞ് ദജ്ജാലിന്റെ സംസ്കാരം ഭൂമിയിലെത്തിക്കാൻ വേണ്ടിയാണ് യൂറോപ്യൻ എഡ്യൂക്കേഷൻ നമ്മൾ സ്വീകരിച്ചത്. അത് സത്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. വിഡ്ഢികൾ പറയും പലതും. അതിന് നിങ്ങൾ ഭയപ്പെടേണ്ട. അവർ വിഡ്ഢികളാണ്. അവർ വിഡ്ഢികളാണെന്ന് അവർക്കും അറിയില്ല. അവരെ കേൾക്കുന്നവർക്കും അറിയില്ല. വിഡ്ഢികളാണ്. കരുതി യൂറോപ്പ് നമ്മളെ ചതിച്ചു. ഇപ്പൊ ലോകത്ത് യൂറോപ്പ് അല്ലാത്തൊരു വൻകരയില്ല. എല്ലാം യൂറോപ്പാണ്. എന്നല്ല, യൂറോപ്പ് ഏഷ്യക്ക് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഏഷ്യക്കാർ യൂറോപ്പിന് പഠിക്കാൻ ശ്രമിക്കുക. അതാണ് വിഷയം. നമ്മളാണ് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. അവർ നമ്മെ അഡോപ്റ്റ് ചെയ്യാൻ കുറച്ചൊക്കെ ശ്രമിച്ചു എങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അത് ചെയ്തില്ല. നമ്മൾ അവരെയാണ് അഡോപ്റ്റ് ചെയ്തത്. ഏഷ്യയിലൊന്നോ എന്തിനേയും എന്താ സ്പിരിച്വൽ ലാംഗ്വേജ് എന്തെപ്പോൾ വന്നിട്ടുണ്ടോ അതിനൊക്കെ യൂറോപ്യന്മാർ ഒരു വാതിൽ തുറന്നു കൊടുത്തു. അങ്ങനെയാണ് ഓഷോ രജനീഷൊക്കെ യൂറോപ്യർക്കിടയിൽ ഏറ്റവും കൂടുതൽ ഒരു അംഗീകരിക്കപ്പെട്ട വ്യക്തിയായത്. 20-ാം നൂറ്റാണ്ടിലെ ഒരാളാണ് ഓഷോ രജനീഷ്. ഓഷോനെ കേട്ടിട്ടില്ലേ? ഓഷോ വളരെ പഠിക്കണം. ഓഷോ രജനീഷിനെ സത്യത്തിൽ യൂറോപ്യൻസാണ് സ്വീകരിച്ചത്.
അമേരിക്കയിലെ അയാൾക്ക് പ്രത്യേകമായി കോടാനക്കോടിയുടെ ആശ്രമങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ട്? അത് ഏഷ്യ എന്ന് പറഞ്ഞാൽ രജനീഷ് ഇന്ത്യക്കാരൻ. മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്, നമ്മൾ അവർ ഒഴിവാക്കിയ അവരുടെ സംസ്കാരത്തെ അങ്ങനെ തന്നെ സ്വീകരിച്ചു. അവരിൽ നിന്ന് വന്നത് നമുക്ക് വലിയ വരി. ഇതാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളം. ഇതാണ് ഖിയാമത്ത് നാൾ. തന്നെ ഖിയാമത്ത് നാൾ. ഇത് വളരെ നിങ്ങൾ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ആനിമൽ ജീൻസ് ഉണ്ടാവാനുള്ള സാധ്യത യൂറോപ്യന്മാരിലുണ്ട്. എന്തുകൊണ്ട്? ലായക്കാദൂന യഫ്ഖഹൂന ഖൗല. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നല്ല, മനസ്സിലാകാൻ അടുത്തിട്ട് പോലുമില്ല. അത് നമ്മളെ നാട്ടിൽ പഴയ കാലത്ത് പറയപ്പെടുന്ന പോത്തിനോട് വേദം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു പോത്തിന് സമാനമായ വർഗമാണ് ആര്? അതായത് നേരെ ഗോൾഡൻ ഹോൺ കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ, ഒരു ഭാഗത്ത് അറ്റ്ലാന്റിക്, ഇങ്ങോട്ട് മെഡിറ്ററേനിയൻ, ഇങ്ങോട്ട് അറ്റ്ലാന്റിക്, അതങ്ങോട്ട് കയറിയാലുള്ള ജനത എന്ന് പറഞ്ഞാൽ ലാ യക്കാദൂന യഫ്ഖഹൂന ഖൗല. ഒന്നും അടുത്ത് പോലും വരില്ല. അവർക്കും ഒന്നും മനസ്സിലായിട്ടില്ലെന്നാണ് ഖുർആൻ പറഞ്ഞത്. അവർക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലാകാൻ അടുത്തും അവർ വരുന്നില്ല. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ സ്വീകരിച്ചത് മുഴുവൻ അവർ എഡ്യൂക്കേഷനാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായി? മനസ്സിലായില്ല. ഖുർആൻ അവരെ പറ്റി എന്താ പറഞ്ഞത്? ലാ യക്കാദൂന യഫ്ഖഹൂന ഖൗല. അവർക്ക് അടുത്തൊന്നും ഒന്നും മനസ്സിലാവൂല, മനസ്സിലാകാൻ അവർ അടുക്കുന്നു പോലുമില്ല. അപ്പോൾ ഒരു ധാർമ്മികത മനസ്സിലാകാൻ അടുക്കുന്നു പോലുമില്ല. ധാർമ്മികത, അതായത് മധ്യധരണ്യാഴിയുടെ കിഴക്കങ്ങോട്ട് വന്നാൽ ഭാര്യ ഭാര്യയാണ്, ഭർത്താവ് ഭർത്താവാണ്, അയൽക്കാരൻ അയൽക്കാരനാണ്. ഏത് വ്യഭിചാരിയും സ്വന്തം ഭാര്യയെ ഒരാൾ നോക്കിയാൽ കണ്ണിനടിക്കും. എൻ്റെ ഭാര്യ നോക്കാൻ വിചാരാ. ഒരുത്തന് സീറ്റ് കിട്ടാതായപ്പോൾ കമ്പിയിൽ ചായി. എന്നോട് ഒരാൾ പറഞ്ഞ അനുഭവം. ഒരാൾ ബസ്സിന് യാത്ര ചെയ്യുമ്പോൾ കമ്പിയിൽ ചാരി. ഈ കമ്പിയുടെ തൊട്ടടുത്താണ് അയാളെ ഭാര്യയുടെ സീറ്റ്. അതിന്മേൽ തല്ലുണ്ടായി ബസ്സിൽ. ഇതാണ് ഏത് സംസ്കാരം? യേശു സംസ്കാരം. ഇതേ ക്ലാസ്സിൽ ഞാൻ രാമു കരിയാട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിലോ മറ്റോ അയാൾ പറഞ്ഞ അയാളുടെ ഒരു ലേഖനമോ മറ്റോ ഞാൻ വായിച്ചത് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. രാമു കാര്യായിട്ട് ഫിൻലൻഡിലേക്ക് പോയപ്പോൾ അല്ലേ പറഞ്ഞില്ലേ? ഫിൻലൻഡിലേക്ക് പോയപ്പോൾ ഫിൻലൻഡിൽ അയാൾ പേയിങ് ഗസ്റ്റായി ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരിയെ മദാമയും സായിപ്പും അയാളും കൂടെ ഒരു സ്വിമ്മിങ് പൂളിൽ അവരെ കുളിക്കാൻ പോയി. മദാമക്ക് പെട്ടെന്ന് വിറ പിടിച്ചു. അങ്ങനെ മദാമ കയറിയിട്ട് ഈ പൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മുറിയുണ്ട്, നല്ല പുതച്ച് കിടക്കാവുന്ന മുറി. ഈ സ്ത്രീ വേഗം തോർത്തിയിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് പുതപ്പ് കിടന്നു. എന്നിട്ട് ഭർത്താവിനെ വിളിച്ചു. വരി എന്ന് പറഞ്ഞു. എനിക്ക് വിറക്കാം. ആര് പറഞ്ഞു? അതാ സായിപ്പാകട്ടെ വളരെ കൗതുകകരമായി രസകരമായി നീന്തിക്കൊണ്ടിരിക്കുന്നതിനാണ് ഇടയിലാണ് ഭാര്യ വിളിക്കണമെന്ന് വരൂ, എനിക്ക് വിറ പിടിച്ചിട്ടുണ്ട്, എന്നെ ഒന്ന് ചൂടാക്കി തരുമോ. അപ്പോൾ രാമു കരിയാട്ട് ഏകദേശം പൂളിൽ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പം ഇയാൾ നീന്തുന്നതിനിടയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു, രാമു അവൾ അങ്ങനെ വിളിച്ചിട്ടും നിങ്ങളെന്താ ഒന്ന് പോകാത്ത? മനസ്സിലായില്ല. എനിക്ക് നീന്തലിൻ്റെ രസം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നീന്തൽ കഴിഞ്ഞാലേ നിങ്ങളൊന്ന് പോയി ചൂടാക്കി കൊടുക്കും. ഇത് രാമു കരിയാട്ട് തൻ്റെ ഫിൻലൻഡ് യാത്രക്കിടയിലുണ്ടായ ഒരനുഭവം വിശദീകരിച്ചതാണ്. ഇതിനാണ് മൊറാലിറ്റി എന്ന് പറയുക. ഇത് ഏഷ്യയിൽ ഇത്തരം മോറൽ നിയമങ്ങളുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? പരസ്യമായി കമതാക്കൾ ചുംബിക്കാൻ മറൈൻ ഡ്രൈവിൽ വന്നപ്പോൾ അവരെ അടിച്ചോടിച്ചത് ഹൈന്ദവ സഹോദരങ്ങളാണ് കഴിഞ്ഞ 2 കൊല്ലം മുമ്പ്. എന്തുകൊണ്ട്? പരസ്യമായി ചുംബിക്കൽ, പരസ്യമായി കാമക്കേളി, വാലന്റൈൻ ഡേ ഓർമ്മയുണ്ടോ? അത് ഒരു ബിഫോർ 2 years ഓർമ്മയില്ല സംഭവമൊക്കെ. അത് അവരടിച്ചോടിച്ചത് BJPയുടെ പ്രവർത്തകന്മാരാണെന്ന് പോലും എനിക്ക് അഭിപ്രായം. ഞാനിങ്ങനെ വായിച്ചത്. ഏതായാലും RSSൻ്റെയോ BJPയുടെ ആരോ പ്രവർത്തകന്മാർ ഹൈന്ദവ സഹോദരങ്ങൾ വടിയെടുത്ത് ഓടിച്ചു എല്ലാത്തിനെയും. എന്തുകൊണ്ട്? ഒരു മൊറാലിറ്റി ആ മതം അംഗീകരിക്കും. ആ മതത്തിൽ ഒരു മൊറാലിറ്റി ഉണ്ട്. ധാർമ്മികതക്കെതിരായ ഒന്നും ഹിന്ദുക്കൾ സ്വീകരിക്കില്ല, ക്രിസ്ത്യാനികൾ സ്വീകരിക്കില്ല, ജൂതന്മാർ സ്വീകരിക്കില്ല, മുസ്ലിങ്ങൾ സ്വീകരിക്കില്ല. എന്തുകൊണ്ട്? ഇത് വേദാന്തികളുടെ നാടാണ്. എന്നാൽ കഴിഞ്ഞ 2 വർഷം 1.25 നൂറ്റാണ്ടായിട്ട് അത് നേരെ മാറി. അതിൻ്റെ രഹസ്യമായ ചതിയാണ്
ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ എന്നതിലൂടെ നടപ്പിലാക്കിയത്. പഴയ കാലത്ത് നമ്മൾ പറയും കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റൂല, കാലം കഴിഞ്ഞു. അപ്പോൾ കൈ നനയാതെ തന്നെ മീൻ പിടിക്കും. ഇപ്പോഴും ഇവിടുത്തെ കാര്യമൊക്കെ കൈ നനയാതെ. എന്തേ നോക്കി, സത്യല്ലേ? വലയും കൊണ്ടുപോയിട്ട് തോളത്തിട്ട വല ഒറ്റ ഇടലിട്ടു, വെള്ളത്തിലിറങ്ങും. പറ ഇല്ല. ഇവൻ്റെ കയ്യിൽ എന്തുണ്ടാവും? കയറുണ്ടാവും. ആ കയറങ്ങനെ വലിച്ച് മീനവനെ കിട്ടും. വെള്ളത്തിലിറങ്ങില്ല. വെള്ളത്തിലിറങ്ങാതെ മീൻ പിടിക്കാൻ പറ്റൂല. അതൊക്കെ പഴയ കാലത്ത്. ഇപ്പോൾ വെള്ളത്തിലിറങ്ങാതെ തന്നെയും മീൻ പിടിക്കും. അങ്ങനെയാണ് വെള്ളത്തിലിറങ്ങാതെ മീൻ പിടിക്കാൻ വേണ്ടിയാണ് കൊളോണിയലിസം ഉണ്ടാക്കിയത്. അതാണ് അവരുടെ ലക്ഷ്യം, വെള്ളത്തിലിറങ്ങാതെ മീൻ പിടിക്കാം. അപ്പം ഇങ്ങനെ വന്ന വിഷയം അവസാനിപ്പിക്കണം. വളരെ ചിന്തിക്കണം. ഇതൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. നമ്മൾ വളരെ വലിയ മാറ്റം സംഭവിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി, ശ്രദ്ധിക്കണേ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയെ നമ്മൾ എന്താണ് നബി ഖലൗഹു വആദൗഹു ഉതുവൻ ഫലം യസൽ ബിരിഫഖിൻ വലീനിൻ മുർഷിദൻ കുല്ല മുബിഖി. വളരെ സൗഹൃദമായിട്ട് മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. ആശയങ്ങൾ ഒരാൾ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിച്ച് ഒരു പ്രചാരണവും നബി നടത്തിയിട്ടില്ല എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അതിനെതിരാണ് യൂറോപ്പ്. അത് ഈ അടുത്ത കാലത്ത് നമ്മളിലേക്ക് കയറി വന്നു. ഇപ്പോൾ മുസ്ലിങ്ങൾ അങ്ങനെയാണ്, ബലം പ്രയോഗിക്കാൻ തയ്യാറാണ്. എന്തിന്? മറ്റൊരാൾ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബലം പ്രയോഗിക്കും. അത് ഇസ്ലാമിനെതിരാണ്. ഒരാളെയും ബലം പ്രയോഗിക്കാൻ പാടില്ല. ഒരാളെ നമ്മൾ ക്ഷമിക്കൂല, ഒരാളെ നമ്മൾ സഹിക്കൂല. അതന്നെ ചിന്തിക്കണം. ഒരാളെയും സഹിക്കൂല, ഒരാളെയും ക്ഷമിക്കൂല. നമ്മളല്ലാത്ത ഒന്നും നമ്മൾ സഹിക്കൂല, ഒന്നും സഹിക്കൂല.